ഇനി ഡിവൈഎസ്പിമാരുടെ സ്ഥലം മാറ്റം ശരിയായ നടപടിയല്ലെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. ആക്രമിച്ച പോലീസുകാർക്കെതിരായ നടപടിയാണ് വേണ്ടതെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. ഈ നടപടി തെരഞ്ഞെടുപ്പിന് മുമ്പായി സ്വന്തം പ്രദേശത്തു നിന്നും ഓഫീസർമാരെയും ഉദ്യോഗസ്ഥരെയും മാറ്റുന്ന ഒരു കോമൺ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് മാത്രമാണ്. ഇത് ഷാഫി പറമ്പിലിന് നേരെയുണ്ടായ അതിക്രമണത്തിന്റെ പേരിലാണ് മാറ്റിയെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് UDF-ന്റെയും കോൺഗ്രസിന്റെയും കണ്ണിൽ പുഴ നടപടി മാത്രമാണ്. ഈ നടപടി അതിന്റെ ഭാഗമല്ല, ഞങ്ങൾ തൃപ്തികരമല്ല. ഞങ്ങൾ പറഞ്ഞത് ഷാഫി പറമ്പിലിനെ ആക്രമിച്ച പോലീസുകാരൻ ആക്രമിക്കപ്പെട്ടു എന്നും പോലീസിന്റെ ഭാഗത്ത് അതിക്രമമുണ്ടായെന്നും SP പറഞ്ഞ ഉദ്യോഗസ്ഥർ അതാരാണെന്ന് കണ്ടെത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. എന്നിട്ട് ഞങ്ങളെ പ്രക്ഷോഭം അവസാനിക്കുന്നു. ഇന്നലെ ഞങ്ങൾ IGP കണ്ടിരുന്നു. 5 ദിവസം കൊണ്ട് ഈ കാര്യത്തിൽ കൃത്യമായ നടപടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 5 ദിവസത്തിനെ കാത്തിരിക്കുകയാണ്. അല്ല, ഞങ്ങളതിൽ പറഞ്ഞ ആ ആക്രമിച്ച ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണം, ആളെ കണ്ടെത്തണം, സസ്പെൻഡ് ചെയ്യണം. നേതൃത്വം കൊടുത്ത DSPമാരുണ്ട്, അതിൻ്റെ പേരാണ് ഞങ്ങൾക്ക് സ്വാഗതം ചെയ്യും. പക്ഷേ ഇത് അതിൻ്റെ പേരിലല്ല. ഈ ട്രാൻസ്ഫർ ഒരിക്കൽ പോലും ഷാഫി പറമ്പിലുണ്ടായ പോലീസ് ഇടപെടലിന്റെ ഭാഗമായിട്ടല്ല. ഇന്നിപ്പോൾ രാവിലെ പുറത്തു വന്ന വാർത്തകളാണ് വടകരയിലെയും പേരാമ്പ്രയിലെയും DYSPമാരായിട്ടുള്ള സുനിൽകുമാറിനെയും ഹരിപ്രസാദിനെയും സ്ഥലം മാറ്റിയെന്ന്. ഇതോടൊപ്പം തന്നെ കേരളത്തിന്റെ വിവിധ DYSPമാർക്ക് സ്ഥലം മാറ്റം നൽകിയിട്ടുണ്ട്. പ്രമോഷൻ ആണെന്ന രീതിയിൽ തോന്നിപ്പിക്കും വിധത്തിലുള്ള ഈ സ്ഥലം മാറ്റത്തെ ഷാഫി പറമ്പിലിനെതിരെ നടന്നിരിക്കുന്ന അതിക്രമത്തിനുള്ള നടപടി എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് പ്രമോഷൻ നൽകിയിട്ട് അയാൾ പറയുന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ അയാൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ അയാൾ ചോദിച്ച സ്ഥലത്തേക്ക് അയാൾക്ക് സ്ഥലം മാറ്റം നൽകുന്നത് എങ്ങനെയാണ് ഒരു നടപടിയായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്? അതും ഒരു ശിക്ഷാ നടപടിയായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. ഇത് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫി പറമ്പിലിനെ അതിക്രമിച്ചതിനുള്ള ഒരു പ്രത്യുപകാരം, അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രതിഫലം, ആ പ്രതിഫലം തന്നെയാണ് വടകരയിലെയും ഈ പറയുന്ന പേരാമ്പ്രയിലെയും DYSPമാരായിട്ടുള്ള സുനിൽകുമാറിനും ഹരിപ്രസാദിനും ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. അതിനപ്പുറത്തേക്ക് ഈ പ്രതിഫലം ഇവർക്ക് നൽകാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, അത് ഈ പറയുന്ന വടകരയിൽ കോഴിക്കോട്ടെ റൂറൽ SP ആയിട്ടുള്ള VK ബൈജു തന്നെ തുറന്ന് സമ്മതിച്ച കാര്യമാണ്. ഈ പറഞ്ഞ ഷാഫി പറമ്പിലിനെ പോലീസ് ഉദ്യോഗസ്ഥരിൽപ്പെട്ട സേനയിൽപ്പെട്ട ആള് തന്നെ, പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഈ പറയുന്ന ഷാഫി പറമ്പിലിനെ മൂക്കടിച്ച് പൊട്ടിച്ചു, അക്രമം ഉണ്ടാക്കി, മനഃപൂർവ്വം അവിടെ പ്രശ്നമുണ്ടാക്കിയത് പോലീസുകാരാണെന്ന് കുറ്റസമ്മതം നടത്തിയത് VK ബൈജു ആണ്. എന്നിട്ട് VK ബൈജു ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആ പോലീസുകാരൻ ഏതാണെന്ന് കണ്ടെത്തുമെന്നുള്ള ഒരു കാര്യം കൂടി VK ബൈജു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ VK ബൈജു ആ പോലീസുകാരനെ കണ്ടെത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഓഫ് കോഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്. പുറത്ത് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് തക്കതായ കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. എന്താണ് ആ കാരണങ്ങൾ? ആ കാരണങ്ങൾ എന്ന് പറയുന്നത് VK ബൈജുവിന് മുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ചില നിർദ്ദേശങ്ങളും ചില താക്കീതുകളുമാണ്. എന്ന് പറഞ്ഞാൽ VK ബൈജു ഇത്തരത്തിൽ പോലീസ് ആക്രമിച്ചു, ഷാഫി പറമ്പിലിനെ പോലീസ് ആക്രമിച്ചു, മനഃപൂർവ്വം പോലീസുകാർ പ്രശ്നമുണ്ടാക്കി എന്ന കുറ്റസമ്മതം നടത്തിയപ്പോൾ തന്നെ ഈ പറയുന്ന പേരാമ്പ്രയിലെ MLA-യും LDF-ന്റെ കൺവീനറുമായിട്ടുള്ള TP രാമകൃഷ്ണനും, അതുപോലെ കോഴിക്കോട് ജില്ലാ മുൻ സെക്രട്ടറി CPM-ന്റെ മുൻ സെക്രട്ടറി P മോഹനൻ, TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള P മോഹനൻ അടക്കമുള്ള ആളുകൾ ഈ പറയുന്ന പോലീസിനെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനവും അവരുടെ എതിർപ്പും അറിയിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഈ പറയുന്ന റൂറൽ SP വാ തുറന്നിട്ടില്ല. ഈ പറഞ്ഞ LDF കൺവീനറുടെയും ഈ പറഞ്ഞ P മോഹനന്റെയും ഒക്കെ പരസ്യ ശാസനകൾ വന്നതിന് ശേഷം ഈ റൂറൽ SP വാ തുറന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ റൂറൽ SP സമ്മതിച്ച ഈ കാര്യം, റൂറൽ SP കണ്ടെത്തിയിരിക്കുന്ന ഷാഫി പറമ്പിലിനെ ആക്രമിച്ച പോലീസുകാരനെ കണ്ടെത്തിയ ആ കാര്യം, ആ പോലീസുകാരനെ സംരക്ഷിക്കാൻ വേണ്ടി, ആ പോലീസുകാരനെതിരെ വകുപ്പ് തല നടപടികൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സേനയിൽ നിന്നുള്ള നടപടി പോലീസുകാരനെതിരെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, കാരണം ഷാഫിയെ ആക്രമിക്കാൻ ഈ പോലീസുകാരന് നിർദ്ദേശം നൽകിയതും ഈ പോലീസുകാരനോട് അത്തരത്തിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതും ഈ പറയുന്ന TP രാമകൃഷ്ണൻ അടങ്ങുന്ന സഖാക്കളാണ്.
ആ സഖാക്കളുടെ നിർദ്ദേശത്തിനനുസരിച്ചാണ് ടി പി രാമകൃഷ്ണന്റെ അടുത്ത അനുയായിയും ടി പി രാമകൃഷ്ണന്റെ ഉറ്റ അടിമയുമായിട്ടുള്ള ഈ പോലീസുകാരൻ ഈ പറയുന്ന ഷാഫി പറമ്പിലിനെ ആക്രമിച്ചത്. അതുകൊണ്ട് തന്നെ ആ പോലീസുകാരനെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ അത് വലിയ തോതിൽ ഈ പറയുന്ന ടി പി രാമകൃഷ്ണൻ അടങ്ങുന്ന സഖാക്കൾക്ക് വലിയ തോതിലുള്ള ക്ഷീണമുണ്ടാക്കും. അതിനിപ്പോൾ എന്താണ് വഴി? കാരണം ഈ പോലീസുകാരനാണ് ഷാഫി പറമ്പിലിനെ അറിഞ്ഞതെന്നും അവര് ഈ പറയുന്ന വടകരയിലെയും പേരാമ്പ്രയിലെയും ചുമതലയുള്ള ഉദ്യോഗസ്ഥരായിരിക്കുന്ന ഘട്ടങ്ങളിൽ ഈ പറയുന്ന സമ്മർദ്ദങ്ങളും ഈ പറയുന്ന കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതിഷേധങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പരാതികളും ഒക്കെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസുകാർ ഈ ഡിവൈഎസ്പിമാർക്ക് നടപടി എടുക്കുകയല്ലാതെ വേറെ വഴിയുണ്ടാവില്ല. അതിനെന്താണ് വേണ്ടത്? ഇവരെ സ്ഥലം മാറ്റണം. ഇവരെ ഈ പറയുന്ന പേരാമ്പ്രയിൽ നിന്നും വടകരയിൽ നിന്നും മാറ്റി നിർത്തണം. ഈ പേരാമ്പ്രയിലെ സംഭവവും വികാസവുമായി ബന്ധപ്പെട്ട അന്വേഷണ ചുമതലകളിൽ നിന്ന് അവരെ ഒഴിവാക്കണം. എന്നിട്ട് പുതിയതായ ആളുകളെ കൊണ്ടുവരണം. കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിവൈഎസ്പി സുനിൽ കുമാർ, അതുപോലെ തന്നെ ഡിവൈഎസ്പി ആയിട്ടുള്ള ഹരിപ്രസാദ്, ഈ രണ്ടുപേരും ഈ പറയുന്ന വടകരയിലെ ആ സംഭവം നടന്ന ദിവസം ആ സംഭവ സമയത്ത് ഈ പറയുന്ന സ്പോട്ടിൽ ആ പേരാമ്പ്ര ടൗണിൽ ഈ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്ത് ഷാഫി പറമ്പിലിനെ ആക്രമിക്കപ്പെട്ട സ്ഥലത്ത് ഉണ്ടായ ഉദ്യോഗസ്ഥരാണ്. ഇതിന്റെ ചുമതലയുണ്ടായ ഉദ്യോഗസ്ഥരാണ് ഈ പറയുന്ന രണ്ട് ഡിവൈഎസ്പിമാരും, ഈ പറയുന്ന സുനിൽകുമാറും ഈ ഹരിപ്രസാദും. അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണകളുണ്ട്. അവർക്ക് ആരാണ് ഷാഫി പറമ്പിലിനെ പിന്നിൽ നിന്ന് അടിച്ചത് എന്നുള്ള കാര്യത്തിൽ അവർക്ക് വ്യക്തമായ ധാരണകൾ അവർക്കുണ്ട്. കാരണം ഈ രണ്ട് ഡിവൈഎസ്പിമാരും മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇവരെ നേരെ തൊട്ട് പിന്നിലായി വരിയിൽ നിന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ലാത്തി കൊണ്ട് ഇങ്ങനെ ഈ മുന്നിൽ നിൽക്കുന്ന ഡിവൈഎസ്പിയുടെ മുകളിലൂടെ ഏന്തി ഓങ്ങിക്കൊണ്ട് ഷാഫി പറമ്പിലിനെ മൂക്കടിച്ച് പൊട്ടിച്ചത്. അപ്പോൾ ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കും ആ കാര്യങ്ങളിൽ വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവര് അവിടെ ഈ പറയുന്ന വടകരയിലും പേരാമ്പ്രയിലും ഇവർ ചുമതലയിൽ തുടർന്നു കഴിഞ്ഞാൽ ഈ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവർക്ക് അത് അറിയാവുന്നത് കൊണ്ടും അവരെ മാറ്റി നിർത്തലാണ് ഏറ്റവും അനുയോജ്യം എന്നുള്ള കണക്കുകൂട്ടലുകളിൽ നിന്ന് ആണ് ഇപ്പോൾ ഇവരെ രണ്ടുപേരെയും സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഒരർത്ഥത്തിൽ ഇത് ഇവർക്ക് ചെറിയൊരു പ്രൊമോഷൻ കൂടിയാണ് നൽകിയിരിക്കുന്നത്. ഒരാളെ ഈ പറയുന്ന ക്രൈംബ്രാഞ്ചിന്റെ ഡിവൈഎസ്പി ആയിട്ടും മറ്റൊരാളെ കോഴിക്കോട്ടേക്കുമാണ്, രണ്ടുപേരെയും കോഴിക്കോട് തന്നെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഷാഫി പറമ്പിലിനെ ആക്രമിച്ചതിനുള്ള പ്രതിഫലവുമാണ്. അതോടൊപ്പം തന്നെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിൽ ഈ കറക്റ്റായിട്ട് ഷാഫി പറമ്പിലിനെ അയാളെ നോക്കി വെച്ച് അയാളെ മൂക്കടിച്ച് പൊട്ടിച്ച ആ പോലീസുകാരനെ സംരക്ഷിക്കണമെങ്കിൽ ഇവർ രണ്ടുപേരും ഈ പറഞ്ഞ വടകരയിലോ പേരാമ്പ്രയിലോ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഉണ്ടാവരുത് എന്നുള്ള നിർബന്ധം സഖാക്കൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇവരെ രണ്ടുപേരെയും മാറ്റിയിരിക്കുന്നത്. ഇത് ഒരിക്കലും ഷാഫി പറമ്പിലിനെ ആക്രമിച്ചതിന്റെ പേരിലുള്ള ശിക്ഷാ നടപടിയായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് കോൺഗ്രസ് നേതൃത്വവും മുന്നറിയിപ്പ് നൽകുന്നതും. അവരെന്താണെങ്കിലും ഇന്നലെയൊക്കെ ഈ കോൺഗ്രസ് നേതൃത്വം IG-യെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്, പരാതി പറഞ്ഞിട്ടുണ്ട്. ഇനി 5 ദിവസത്തെ ഒരു സമയം നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും ഇതേ രീതിയിലാണ് മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പെങ്കിൽ പ്രതിഷേധങ്ങൾ കൊണ്ടും സമരങ്ങൾ കൊണ്ടും നേരിടാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഷാഫി പറമ്പിലിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് സഖാക്കളുടെ പല ന്യായീകരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ആദ്യം കുട്ടി സഖാക്കൾ, അടിമകളായിട്ടുള്ള കുട്ടി സഖാക്കൾ ആദ്യം പറഞ്ഞു അത് മഷിയാണെന്ന്. പിന്നെ വേറൊരുത്തൻ പറഞ്ഞു ഇല്ല അത് ഷാഫി തന്നെ അടിച്ച് പൊട്ടിച്ചതാണെന്ന്. പിന്നെ വേറൊരുത്തൻ പറഞ്ഞു ഈ പറയുന്ന ഓപ്പറേഷൻ അല്ലെങ്കിൽ ശസ്ത്രക്രിയ നടത്തിയത് ഈ പറയുന്ന ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ്, അവിടെ എങ്ങനെയാണ്, അത് കുട്ടികളുടെ ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും മാറ്റി പറഞ്ഞു. ഈ ബേബി മെമ്മോറിയലിലെ ഷാഫിയെ പരിശോധിച്ച ചികിത്സ നൽകിയ ഡോക്ടർമാര് അവരുടെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നപ്പോൾ ഇവർ വീണ്ടും മാറ്റി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്താണ് ശസ്ത്രക്രിയക്ക് മുമ്പ് മീശ വടിക്കാതെ എങ്ങനെയാണ് ശസ്ത്രക്രിയ നടത്തിയത്? അപ്പോഴൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ കൂട്ടത്തിൽ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരുത്തനെങ്കിലും ഇല്ലല്ലോ എന്നുള്ള ഒരു പരാതി നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു.
അങ്ങനെ അത് കഴിഞ്ഞ് ഇത് അടിച്ചു പൊട്ടിച്ചതാണ് എന്ന് പൊതുസമൂഹം മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ വീണ്ടും ന്യായീകരണം. പോലീസിനെ ഷാഫി ആക്രമിച്ചു എന്നുള്ളത് വരുത്തി തീർക്കാനുള്ള ശ്രമമായി. അതും പൊളിഞ്ഞ് പാളീസായപ്പോൾ ഈ പറയുന്ന UDF പ്രവർത്തകർ പോലീസിന് നേരെ ബോംബെറിഞ്ഞു എന്നുള്ളതാക്കി. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും വന്ന് അത് പൊളിഞ്ഞപ്പോ പിന്നെ ഭീഷണിയുടെ സ്വരമാക്കി. ഇപ്പൊ നിങ്ങളുടെ മൂക്കിന്റെ പാലം മാത്രമേ അടിച്ചു പൊട്ടിച്ചിട്ടുള്ളൂ, അതല്ലെങ്കിൽ ഇനിയും കളിച്ചാൽ തല തന്നെ പോവും എന്നുള്ള രീതിയിലേക്ക് ഭീഷണിയുടെ സ്വരത്തിലേക്ക് കാര്യങ്ങൾ മാറി. അവിടെയും തീർന്നില്ല, അതും പൊളിയും എന്നായപ്പോ ഷാഫിയെ പ്രതിരോധിക്കാൻ വടകരയിലെ ജനങ്ങൾ നേരിട്ട് ഇറങ്ങുമെന്ന് കണ്ടപ്പോ EP ജയരാജൻ വീണ്ടും കളം മാറ്റി. EP ജയരാജൻ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റിനെ അടിച്ച് ഇഞ്ചം പരിവാക്കി, അയാൾ ഇത് പുറത്തു പറയാതെ മുക്കിവെച്ചു എന്ന്. അപ്പോഴും ആളുകൾ EP ജയരാജനോട് ചോദിച്ചു, എവിടെ പഞ്ചായത്ത് ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ, ഏത് ആശുപത്രിയിലാണ് ഈ ഇഞ്ചം പരിവാക്കിയിട്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പോയിട്ട് ചികിത്സ തേടിയത്, ഈ കാര്യങ്ങളൊക്കെ പുറത്തു വിടണമെന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഈ പേരാമ്പ്രയിലെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് DYFI ഗുണ്ടകളും പോലീസും ചേർന്ന് നടത്തിയ അക്രമവുമായി ബന്ധപ്പെട്ട് CPM സഖാക്കളും മുന്നോട്ട് വെച്ച എല്ലാ വാദഗതികളും അടപടലം മൂഞ്ചിയപ്പോൾ അത് തകർന്ന് തരിപ്പണമായപ്പോൾ ഇപ്പോ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഷാഫിയെ ആക്രമിക്കുകയും ഷാഫിക്ക് നേരെ ബോംബെറിയുകയും കോൺഗ്രസ് പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും UDFകാരെ വീടുകളിൽ കയറി ആക്രമിക്കുകയും ഒക്കെ ചെയ്ത പോലീസുകാരെ സംരക്ഷിക്കാൻ വേണ്ടി ഇതിനൊക്കെ സാക്ഷിയായിട്ടുള്ള 2 DYSPമാരെ പ്രമോഷൻ നൽകി സ്ഥലം മാറ്റിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ചെയ്തതിനുള്ള ഒരു പ്രതിഫലമാണ് ഈ പറയുന്ന സഖാക്കൾ നൽകിയിരിക്കുന്നത്.